ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ്. ഇന്ന് സർപ്രൈസ് റിലീസുകളുണ്ട്. ഒരു സിനിമ സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ സിനിമകളാണെന്നുള്ളതാണ്. ഇന്ന് ശരിക്കും OTT റിലീസ് പൂരം തന്നെയാണ്. 17ഓളം റിലീസുകളാണ് ഇന്നൊരു ദിവസം, അതായത് ജൂൺ മാസം 20-ാം തീയതി 17ഓളം റിലീസ്. ഒരു സർപ്രൈസ് റിലീസ് അടക്കം 17ഓളം റിലീസുകളാണ് ഇന്നൊരു ദിവസം റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. എല്ലാം സെറ്റാണെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കലിയുഗം എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയും സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ കോർട്ടൂൺ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു യുദ്ധകാന്ഡം ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ കന്നഡ ഭാഷ കൂടാതെ തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്നത് തമിഴ് സീരീസ് ആണ്. സേവ് നല്ല പസങ്ക എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നത് സ്പാനിഷ് മൂവിയാണ്. ഒളിമ്പോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഓക്കെ ബ്രുഡവാനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു ഡ്രാമ തെലുങ്ക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ETV വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. കബോൾ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ജിന്ന് ദ പെറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ വാർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഇമ്രാൻ ഹാഷ്മി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്ന സിനിമ. ആമസോൺ പ്രൈം, C5 ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്കും ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഗാട്ടി കച്ചലം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. പിന്നെ ഫസ്റ്റ് കോപ്പി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. MX Player OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് 11 എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഇതിന് മുമ്പ് റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമ തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോം കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആമസോൺ പ്രൈം, ആഹാ തമിഴ്, ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോം ഈ 3 OTT പ്ലാറ്റ്ഫോമിൽ 11 എന്ന് പറയുന്ന സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഡിറ്റക്റ്റീവ് ഷർദിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡയറക്റ്റ് OTT റിലീസാണ്. C5 ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്ത കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിലെ 2ാമത്തെ സീസൺ. ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി അവൈലബിൾ ആണ്. 6 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു സർപ്രൈസ് റിലീസായിരുന്നു. മലയാളത്തിൽ നിന്ന് വന്ന ഒരു സർപ്രൈസ് റിലീസായിരുന്നു. ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ലവ്ലി എന്ന് പറഞ്ഞ സിനിമ. മാത്യു തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഒരു ഈച്ചയെ മറ്റൊരു പ്രധാന വേഷമാക്കി ലവ്ലി എന്ന് പറഞ്ഞ പേരിൽ കൊണ്ടുവന്ന ഒരു സിനിമയാണ്. ഒരു ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മാത്യു തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇന്ന് സർപ്രൈസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്ത നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ്. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ദിലീപേട്ടൻ്റെ. ഈ ഒരു സിനിമ C5 ഇന്ന് മുതൽ അവൈലബിൾ ആണ്. മലയാളം അടക്കം ഭാഷകളായ 5ഓളം ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുള്ളത്. C5 അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്നൊരു ദിവസം ജൂൺ മാസം 20-ാം തീയതി OTT റിലീസ് ചെയ്തായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.